കമല ആ മുരളിയുടെ സമക്ഷത്തിൽ തന്നെ പറഞ്ഞു, അച്ഛൻ ആരാണെന്ന് സ്ഥിരീകരിക്കാത്ത ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്, എനിക്ക് സമ്മർദ്ദം വരും. മുരളി എന്നോട് പറഞ്ഞ്, അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ഉണ്ടിട്ട് അമ്മേ ബേബിച്ചെന്ന് പറ അമ്മേ എന്ന് പറ. അപ്പൊ എനിക്ക് സംഭവം അന്ന് ഞാൻ പോന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതിൽ പിന്നെ മുരളിനെ അങ്ങ് താഴെ ഇട്ടു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ റിച്ച് കിട്ടാൻ വേണ്ടി അവർക്കറിയാം ജയന്റെ മകനല്ല മുരളിന്ന്. എന്റെ പേര് ഷീന. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഫിലിം പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. മലയാളികളുടെ മനസ്സിൽ എന്നും സ്നേഹത്തോടെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളി ഓർത്തു വെച്ച ഒരു പദമാണ് ജയൻ. ഇന്നും എല്ലാവരും മനസ്സിൽ ജീവിക്കുന്ന ആ ജയന്റെ മുമ്പിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ. മുരളിയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഒരു സംസാര വിഷയം. മുരളി ജയനായിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ മുരളി ജയനിലേക്ക് എത്തിയ വഴി, അതിന്റെ തുടക്കം അത് എന്നിലൂടെ ആണെന്ന് ഞാൻ പറയുന്നതാണ്. കാരണം 2014-15 കാലഘട്ടത്തിൽ ആദിത്യനും മുരളിയും യൂട്യൂബിലൂടെ നിരന്തരം വീഡിയോ ഇടുമായിരുന്നു. ഇത് കണ്ടിട്ട് എറണാകുളത്ത് നിന്ന് ഞാൻ വിളിച്ചു, മുരളി ശരിക്കും ജയന്റെ മകനാണ് നിങ്ങള്? അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് എന്തോ അന്നത്തെ ആ ഒരു ഇതില് ഞാനത് വിശ്വസിച്ചു. നമ്മളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. ഒരു ദിവസം 2016 ഞങ്ങള് മുരളിനെ എറണാകുളത്തേക്ക് വിളിച്ചു. 10-15 പേരുണ്ടായി. ഞങ്ങള് സ്വീകരണം കൊടുത്തു. പുള്ളിനെ വെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ കൊടുത്തിയാൽ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പേജുകളിലൂടെ മുരളി ജയന്റെ മകനാണ്, ഇദ്ദേഹത്തിനെ മലയാളികൾ സ്വീകരിക്കണം, ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്യണം എന്നാവശ്യപ്പെട്ട പ്രകാരം ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് കോൾ വന്ന്, ഞങ്ങൾ ചെയ്തോളാം മുരളിനെ വെച്ച് പടം, ഞങ്ങൾ ഫണ്ട് ഇറക്കിക്കോളാം എന്ന് പറഞ്ഞ് ലണ്ടനിൽ നിന്നുള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തി എറണാകുളത്ത് വന്നു, മുരളീനെ വിളിച്ചു. അന്ന് പ്രധാനപ്പെട്ട ഒരു കൊമേഡിയൻ ഉണ്ടായിരുന്നു, നമ്മളെ സുപരിചിതനായ കൊമേഡിയനും ഉണ്ടായിരുന്നു. എന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു മുരളീനെ വെച്ചൊരു പടം ചെയ്യാന്ന്. അത് പ്രകാരം കമലിന്റെ വീട്ടില് കമലിനെ വെച്ച് തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആ പ്രൊഡ്യൂസർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കമലിന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ 5-8 കൂട്ടുകാരെ കൂടി പോയി. കമലിനോട് അപ്പോയിന്റ്മെന്റ് എടുത്തു. ഒരു ഫെബ്രുവരി 2-ാം തീയതി വന്നോളൂ, എനിക്ക് ആരെ വെച്ചാലും പടം ചെയ്യാൻ പൈസ കിട്ടിയാൽ ഞാൻ ആരെ വെച്ചും പടം ചെയ്യൂന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് മുരളിനെയും കൊണ്ടുപോയത്. അവിടെ ചെന്ന് കമലിന്റെ വീട്ടിൽ ചെന്ന് ഇരുന്ന് സംസാരിച്ചപ്പോ കമലിനെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു. കമൽ ആ മുരളിയുടെ സമക്ഷത്തിൽ തന്നെ പറഞ്ഞു, അച്ഛൻ ആരാണെന്ന് സ്ഥിരീകരിക്കാത്ത ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്, എനിക്ക് സമ്മർദ്ദം വരും. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ആദ്യം ഞങ്ങളോട് വരാൻ പറഞ്ഞത് അദ്ദേഹം ഒന്നും ആലോചിക്കാണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ മുരളി പറഞ്ഞു, ഞാൻ ഇനി എറണാകുളത്തേക്കില്ല. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തപ്പോ എന്നൊരാൾ വിളിച്ചു, ആറ്റിങ്ങൽ അജയൻ. അദ്ദേഹം എന്നോട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് മുരളിനെ ജയനാക്കിയത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹമായിട്ട് നന്നായിട്ട് ഫയർ ചെയ്തു. കാരണം എന്റെ മനസ്സിൽ തെറ്റിദ്ധാരണയല്ല, ജയന്റെ മകനാണെന്നല്ല വിചാരിക്കണത്. അവസാനം ആറ്റിങ്ങൽ അജയൻ എന്റെ ശത്രുവായി, നല്ല വഴക്കായിരുന്നു ഞങ്ങള്. അവസാനം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി എറണാകുളത്തേക്കില്ല. കാരണം അപമാനിതനായില്ല, ഒരു ഡയറക്ടറേന്ന് അപമാനിതനായി പുള്ളി അങ്ങനെ പോയപ്പോ ഞങ്ങൾ ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കൊല്ലത്ത് അന്ന് അമ്മയായിട്ട്, അപ്പൊ അമ്മയ്ക്ക് കാഴ്ച അത്ര പോരായിരുന്നു. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ബേബിച്ചന്റെ മകനല്ലേ ഈ മുരളി? 2016 സമയത്ത്. അപ്പൊ ഈ ബേബിച്ചന്റെ അപ്പൊ ആ അമ്മ പറഞ്ഞു, അയ്യോ ബേബിച്ചനല്ല, മുരളി എന്നോട് പറഞ്ഞ് അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ഉണ്ടിട്ട് അമ്മേ ബേബിച്ചെന്ന് പറ അമ്മേ എന്ന് പറ. അപ്പൊ എനിക്ക് സംഭവം അന്ന് ഞാൻ പോന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതിൽ പിന്നെ മുരളിനെ അങ്ങ് താഴെ ഇട്ടു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ റിച്ച് കിട്ടാൻ വേണ്ടി അവർക്കറിയാം ജയന്റെ മകനല്ല മുരളിന്ന്. എന്നാലും റിച്ച് കിട്ടാൻ വേണ്ടി അവര് ഈ ഒരുമാതിരി കുരങ്ങ് കളിപ്പിക്കുകയാണ് മുരളീന. ചേച്ചി എന്ത് മാനദണ്ഡത്തിലാണ് ഈ ജയന്റെ മകൻ എന്ന് പറഞ്ഞത്? കാരണം ഇയാള് കുറെ അനുഭവങ്ങൾ പറഞ്ഞു, ഇയാളുടെ കൂട്ടുകാരനായിട്ടാണ് വന്നത്. ആ കൂട്ടുകാരനും എന്നാ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ മനുഷ്യനല്ലേ, നമ്മള് ചില കാര്യങ്ങൾ ഉറപ്പ സത്യസന്ധമാണെന്ന് കരുതി അദ്ദേഹത്തിന് വിശാലമായ ഒരു സദ്യയൊക്കെ കൊടുത്തു. അന്ന് വന്നപ്പോ ഞങ്ങള് 15 പേരടങ്ങുന്ന ടീം. എന്നിട്ട് അദ്ദേഹത്തിനെ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിച്ചു, അദ്ദേഹത്തിനെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു, കേരളം മുഴുവനും തുറന്ന വാഹനത്തിൽ ജനങ്ങളെ മുഴുവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നോട്ടുമാല ഇട്ടു. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയപ്പോ അവിടെ എത്രയോ ആളുകൾ ഇദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചു.
ഒരുപാട് അവരാണ് കൂടുതലും ഇയാൾക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തിയത്. ഒരു പൊന്നാറാണ് ഇരിക്കാൻ അവർ 500 രൂപ വെച്ച് മേടിച്ചു ഓരോരുത്തര്, മനസ്സിലായി. അപ്പൊ അവര് ഇവനെ വെച്ച് പൈസ ഉണ്ടാക്കി. അങ്ങനെ ഇപ്പൊ മുരളിനെ വെച്ച് പൈസ ഉണ്ടാക്കണോടൊപ്പം മുരളി പൈസ ഉണ്ടായി തുടങ്ങിയ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരെ മുഴുവനും തന്തക്ക് വിളിക്കണം. അവന്റെ തന്ത ആരാണെന്ന് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ആരാണെന്ന് ആർക്കും അറിയില്ല, കൊടയമ്പരാൻ അറിയുള്ളൂ. കാരണം ഒരു കാര്യം, അപ്പൊ ഒരാളെ വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞാൽ വ്യക്തിഹത്യാവും. അങ്ങനെ ലീഗൽ പ്രൊസീജിയേഴ്സ് നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുരളി എന്ന വ്യക്തിയുടെ അച്ഛൻ മുരളിയുടെ അമ്മക്കറിയാം. അമ്മ എന്നോട് പറഞ്ഞു. ആ അമ്മ അത് ബോധത്തോടെയാണ്, അല്ലാതെ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞതാ. ആ അമ്മ പറഞ്ഞപ്പോ തിരുത്തുകയും ചെയ്തു മുരളി. അമ്മ ബേബിച്ചെന്ന് പറയാന്ന് ജയനാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു പോയിന്റില് ഈ മുരളിനെ ഞാൻ താഴെ ഇറക്കി. പിന്നെ ഇന്ന് വരെ മുരളിയായിട്ട് എനിക്കൊരു കണക്ഷൻ ഇല്ല. ഇത് ആദ്യം ബെന്നി ആശംസ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തപ്പോ ചോദിച്ചു, ഷീന ഇദ്ദേഹം ജയന്റെ മകൻ തന്നെയാണ്. അപ്പൊ ഞാൻ ആ അറിവ് വെച്ച് പറഞ്ഞാൽ അതെ, അന്ന് നമുക്കൊരു പടം ചെയ്യാം. ഗൾഫിൽ കൊണ്ടുപോയി 42 സീൻ ചെയ്തു. ആ സമയത്ത് ഇയാളെ കയ്യിലിരിപ്പ് എന്തോ മോശം കൊണ്ട് ആ പടത്തിൽ നിന്ന് തൂത്തെറിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് അവഹേളിക്കാനായിരിക്കാം 2 സീൻ കൊടുത്തിട്ടുണ്ട് പുള്ളി. അതില് ചേച്ചി എന്ന് അങ്ങനെ അബദ്ധം പറ്റി ചെയ്തു. ഇപ്പൊ അത് തിരുത്തി ഞാൻ തിരുത്തി. ഞാൻ എറണാകുളത്ത് തിരുത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ചാനലുകളല്ല ഒരാളെ അച്ഛനാണ് തീരുമാനിക്കുന്നത്. നിയമമുണ്ട്, അതിന് ടെസ്റ്റുകളുണ്ട്. വഴിനീളെ നടന്ന അച്ഛനാണ് ഞാൻ, ചിന്നക്കടയിൽ നടന്ന ഞാൻ അച്ഛനാണ്, അല്ലെങ്കിൽ കോട്ടയത്ത് ഞാൻ എന്റെ അച്ഛൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റാ. മുരളിയുടെ ഭാഗത്ത് ഇപ്പോഴും മുരളി ശരിക്കും യാഥാർത്ഥ്യം അറിയാണ്ട്, എന്നിട്ടും യാഥാർത്ഥ്യമൊക്കെ അറിയാം മാത്രം ആണമാണ് അതിന്റെ വേണ്ടി എന്ത് കോമാളിത്തരവും കാണിക്കും. അവന് 5000 രൂപയാണെന്നാണ് പറയണത് സോഷ്യൽ മീഡിയയിൽ. ഒരു ടീം വന്ന് ഇന്റർവ്യൂ ആരെങ്കിലും വിളിക്കുമ്പോ പറയും എനിക്ക് ഇന്ന് 3 പേര് ഇന്റർവ്യൂ ഉണ്ട്, അടുത്ത നേരം അവര് പറയും എന്നാ 2000 കൂടുതലാന്ന് പറഞ്ഞാൽ എന്നാ നാളെ പോന്നേരുന്നു. ഓലയിൽക്കാരും കൊല്ലക്കാരും കേരളത്തിലെ ജയൻ ആരാധകരെ എല്ലാം തന്തയ്ക്ക് വിളിച്ചിരിക്കുക. ജയൻ അച്ഛനാണെന്ന് പറയാത്തവരെല്ലാം പിതൃശൂന്യരാണെന്ന് കക്ഷി പറഞ്ഞേ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ രംഗത്ത് വരുന്നത്. അതെന്താ ഒരാൾ പറയുന്ന കാര്യം മാത്രം നാട്ടിലെല്ലാവരും സ്ഥിരീകരിക്കണോ? ശരിക്കും നീലക്കുറുക്കനാണ്. പക്ഷെ അവന്റെ ഈ ചായം മായാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ് പരിപോഷിക്കുന്ന ആളുകൾ തന്നെ താഴെ ഇടും. എന്തായാലും ഞാൻ ഇന്ന് ആലുവയിൽ ഇവിടെ വന്നത് എനിക്ക് പറ്റിയ അബദ്ധം തുറന്നു പറയാൻ വേണ്ടി ആലുവയിൽ നിന്ന് മെനക്കെട്ട് വന്നതാ ഈ ഒരു കാര്യം പറയാൻ. കാരണം ഇവൻ ഒരു വീഡിയോയിൽ പറയണ്ട എന്നെ ഇത്രയും പോപ്പുലാരിറ്റി കൊടുത്തത് ഷീന എന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഷീനയാണെന്ന് അവൻ പറയുന്നുണ്ട് വീഡിയോയിൽ. ചേച്ചിക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ടല്ലേ? പശ്ചാത്താപമുണ്ട്. കാരണം ഞാൻ എന്റെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മകൻ ഞാൻ ഇത്രയും പോപ്പുലാരിറ്റി കൊടുത്തത്. പക്ഷെ അല്ലെങ്കിൽ പിന്നെ അയാൾ ഉയർത്തിയിട്ട് കാര്യമില്ല. പറഞ്ഞു അതന്ന് ഗുണ്ട കളിക്കല്ലേ, അയാൾ ജയന്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞു ആറ്റിങ്ങല ജയനോട്. ഇന്ന് ഞങ്ങള് മിത്രങ്ങളാണ്. സത്യം അറിഞ്ഞപ്പോ മിത്രങ്ങളായി. പിന്നെ ചേച്ചി ഇപ്പൊ കൃത്യമായിട്ട് ചേച്ചി മാത്രമല്ല, കേരളത്തിലെ 90% ആൾക്കാരും ഇത് പറയുന്നുണ്ട് ഈ പറയുന്ന കള്ളത്തരമാണെന്ന്. അപ്പൊ ഞങ്ങള് എല്ലാരും പറയുന്നവരെല്ലാം തെരുവ് വിളിക്കുന്നതിന് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. വീട്ടിൽ പോയാൽ നമുക്കറിയാം അച്ഛന ഇവര് പറഞ്ഞനുസരിച്ച് അച്ഛനാറ്. പക്ഷെ നമുക്കത് ഉറപ്പിച്ചു തരണില്ല. പ്രായമുള്ള സ്ത്രീ പറഞ്ഞതല്ലേ, അവരെന്ത് ബോധത്തിൽ പറഞ്ഞാണ് നമുക്കറിയില്ല. ഇത്രയും ആരാധകരും ഓരോക്കാരും എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മാത്രമല്ല പറയുന്നത് കേൾക്കുന്നതാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയാണ്. ലീഗലി നമുക്കൊരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞതാ. അതെ 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 അപ്പൊ ഈ ചേച്ചി ആ ഒരു കാര്യം പശ്ചാത്തലം വന്നതിന് ശേഷം ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഇതിന്റെ കാര്യം എതിർത്തായിട്ട് പറയാൻ. തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ ഇവിടെ ജയന മനസ്സിൽ കരുതി എല്ലാവരും ഇവിടെ വന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും നമ്മളുടെയൊക്കെ മനസ്സിൽ ജയൻ എന്നും ഉണ്ടാവും. മുരളി നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞ് ഈ ഒരു സംഭവത്തോടുകൂടി.